നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2017 വിനായകൻ എന്ന ഒരു ദളിത് ബാലനെ, കേവലം 18 വയസ്സ് മാത്രം പ്രായമുള്ളൊരു ചെറുപ്പക്കാരനെ പാവർട്ടി പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലെ മധുക്കരയിൽ വെച്ച് സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുമായി സംസാരിച്ചു പോകുന്നതിനിടയിൽ സിവിൽ ഡ്രസ്സിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ, ശ്രീജിത്ത് എന്ന പോലീസുകാരൻ പിടിച്ചുകൊണ്ടുപോകുന്നത്. ആ ഇടയ്ക്ക് ആ പ്രദേശത്ത് നടന്ന മാലമോഷ്ടാവ് ഇവരാണ് മാലമോഷ്ടിക്കുന്നുള്ള കുറ്റം ആരോപിച്ചുകൊണ്ടാണ് വിനായകനെ പിടിച്ചുകൊണ്ടുപോകുന്നത്. അത് പിടിച്ചുകൊണ്ടുപോയതിനു ശേഷം പാവർട്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും അതിക്രൂരമായി ശ്രീജിത്തും സാജൻ എന്ന പോലീസുകാരൻ ഇവർ മാലമോഷ്ടാവാണെന്ന് പറഞ്ഞ് മർദ്ദിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം കുറ്റം സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങൾ വെറുതെ വിടാമെന്നും പറഞ്ഞുകൊണ്ട് അവരച്ഛനെ വിളിച്ചു വരുത്തുകയാണ് ഉണ്ടായത്. അച്ഛൻ വന്നതിന് ശേഷം അവനെ യാതൊരു കേസും ചാർജ് ചെയ്യാതെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. പറഞ്ഞു വിടുമ്പോൾ കൃത്യമായി ഒരു ദളിതൻ എന്നുള്ള ബോധത്തിൽ നിന്നുകൊണ്ട് പോലീസുകാരൻ പറയുന്നുണ്ട്, പട്ടികജാതിക്കാരനായതുകൊണ്ട് തന്നെ മുടി വളർത്തിയിട്ടുള്ള ഒരു പയ്യനായതുകൊണ്ടും ആ മുടി വെട്ടിയിട്ട് വേണം നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഇനി അടുത്ത ആഴ്ച തിരിച്ചു വരണമെന്നും അതിനുശേഷം അവർ ഉപയോഗിച്ചിരുന്ന മോട്ടോർ സൈക്കിൾ തിരിച്ചു കൊണ്ടുവന്ന് പറഞ്ഞുകൊണ്ടാണ് വിനായകനെ അച്ഛനും കൂടി പറഞ്ഞു വിടുന്നത്. വളരെ അതിക്രൂരമായി മർദ്ദിച്ചതിൻ്റെ വേദനയിലും വിഷമത്തിലുമാണ് അന്ന് പിറ്റേ ദിവസം രാവിലെ വിനായകൻ ആത്മഹത്യ ചെയ്തത്. പക്ഷേ പോലീസിൻ്റെ റിപ്പോർട്ടിലും ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിലും ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന രീതിയിലാണ് FIR ഒക്കെ അവർ ചേർത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും സമരങ്ങൾ നടത്തിയിട്ടും പോരാട്ടം നടത്തിയിട്ടും ഒരു തരത്തിലും ആത്മഹത്യാ പ്രേരണ കുറ്റം പോലീസുകാർക്കെതിരെ ഇവർ ചേർത്തിയിരുന്നില്ല. അതിനുശേഷം 2017 ശേഷം 5 വർഷത്തിന് ശേഷമാണ് വിനായകൻ്റെ കേസ് വീണ്ടും കോടതിയിൽ വിചാരണയ്ക്ക് എത്തുകയും വിചാരണ വേളകളിൽ നമ്മൾ നിരന്തരം ഇതുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം വിനായകൻ്റെ കേസ് ഒരിക്കലും നീതി കിട്ടില്ല എന്നൊരു ഘട്ടത്തിലാണ് ദളിത് സമുദായ മുന്നണി അത് ഏറ്റെടുക്കുന്നത്. ദളിത് സമുദായ മുന്നണി ഏറ്റെടുത്തതിന് ശേഷം ഇതിന് പടിപടിയായിട്ടുള്ള ഉയർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. കേസിനെ ഹൈക്കോടതി സമീപിച്ചു. ഹൈക്കോടതി സമീപിച്ചപ്പോൾ വിചാരണ നടക്കുന്ന കോടതിയിൽ എന്നെ സമീപിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുകയും വിചാരണ കോടതിയിലെത്തുകയും വിചാരണ കോടതി തുടരന്വേഷണത്തിന് ഒരു ഉത്തരവിടുകയും ചെയ്തു. എന്നാൽ തുടരന്വേഷണത്തിലും അന്വേഷണ ഉദ്യോഗസ്ഥൻ പോലീസുകാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് എടുത്തത്. അങ്ങനെ വീണ്ടും നമ്മൾ വിചാരണ കോടതിയിൽ വളരെ ഒരു കൂടുതൽ അന്വേഷണത്തിനും കൂടുതൽ വകുപ്പുകൾ ചേർത്തുന്നതിന് വേണ്ടി ഹർജി ഫയൽ ചെയ്യുകയും ദളിത് സമുദായ മുന്നണിയും വിനായകൻ്റെ അച്ഛനും കൂടി ഒരു ഹർജി ഫയൽ ചെയ്യും. ആ ഹർജിയുടെ തീർപ്പാക്കൽ ഉണ്ടാവുകയും ആ തീർപ്പാക്കലിലാണ് ബഹുമാനപ്പെട്ട SC/ST കോടതി ആത്മഹത്യാ പ്രേരണ കുറ്റം ചാർത്തിക്കൊണ്ട് ഇപ്പോൾ ഉത്തരവ് വന്നിട്ടുള്ളത്. ദളിത് സമുദായ മുന്നണിയുടെ സണ്ണിയം കാപ്പിക്കാടിൻ്റെയൊക്കെ നിരന്തരമായ ശ്രമത്തിൻ്റെ ഫലത്തിൻ്റെ ഒടുവിലാണ് നമുക്ക് ഇത്തരത്തിൽ ആശ്വാസം തരുന്ന രീതിയിൽ കേരളം തന്നെ മാതൃകയാക്കാവുന്ന ദളിത് പീഡനങ്ങളിലൊക്കെ തന്നെ മാതൃകയാക്കാവുന്ന രീതിയിലുള്ളൊരു പോരാട്ടം അല്ലെങ്കിൽ ഒരു നിയമ പോരാട്ടം ദളിത് സമുദായ മുന്നണി നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി തുടർന്ന് വരുന്ന പോരാട്ടങ്ങളിലൊക്കെ തന്നെ നിയമപരമായ പോരാട്ടങ്ങളിലൊക്കെ തന്നെ ദളിത് സമുദായ മുന്നണിയുടെ പരിപൂർണമായിട്ടുള്ള ഇടപെടലുകളും പ്രവർത്തനം ഉണ്ടാകുന്നതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഉറപ്പ്. അതുകൊണ്ട് വിനായകൻ്റെ നീതിക്ക് വേണ്ടി ഏതറ്റം വരെ പോകുവാനും ഈ ദളിത് സമുദായ മുന്നണിയും അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളിലുള്ള ഞങ്ങളെപ്പോലുള്ള സമുദായ പ്രവർത്തകർ ഉണ്ടാകുമെന്നാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ പറയുവാനുള്ളത്.